വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നോമ്പിനെക്കുറിച്ചും അത് നമ്മുടെ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യത്തിനുണ്ടാക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചും അല്പം കാര്യങ്ങൾ സംസാരിക്കാനാണ്. നോമ്പ് നമുക്കൊരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നോമ്പ് നമുക്ക് നമ്മുടെ മാനസികവും ശാരീരികവുമായ നോമ്പ് നൽകുന്ന മാനസികവും ശാരീരികവുമായ നിരവധി ഗുണങ്ങളുണ്ട്. അതിൽ നോമ്പ് നമുക്ക് നൽകുന്ന ശാരീരിക ഗുണങ്ങൾ, അതിൽ നാം ഓരോ മതസ്ഥർക്കും വ്യത്യസ്ത തരത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങളാണുള്ളത്. പല മതസ്ഥരും പല കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ടാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്. പല മതസ്ഥരും മാംസം അതുപോലുള്ള വസ്തുക്കൾ ഒഴിവാക്കിക്കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നവരുണ്ട്. സാധാരണഗതിയിൽ മുസ്ലിം സമുദായത്തെക്കുറിച്ച് നോക്കുമ്പോൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ മുഴുവൻ പാനീയങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നോമ്പനുഷ്ഠാന രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. അതിൽ നോമ്പ് നമുക്ക് ഒരുപാട് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫിസിക്കലായിട്ട് നോമ്പ് നൽകുന്ന ഏറ്റവും വലിയൊരു ഗുണമാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ. അത് ബ്ലഡിൻ്റെ നല്ല രീതിയിലുള്ള ഒരു സർക്കുലേഷന് സഹായിക്കുന്നുള്ളതാണ്. ഏറ്റവും നല്ല രീതിയിൽ ഈ രാവിലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും പ്രഭാതത്തിലെ ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്ന ഫൈബറും പ്രോട്ടീനും ഒക്കെ അടങ്ങിയ അതാണ് നമുക്ക് പ്രദോഷം വരെ നമുക്ക് ആരോഗ്യം നൽകുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് രാവിലെ നമ്മൾ കഴിക്കുന്ന സുഹൂറിന് കഴിക്കുന്ന തരത്തിൽ നിന്നാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് പ്രോട്ടീനൊക്കെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മറ്റും പല കാര്യങ്ങളും ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നൊരു സമയമാണ് നോമ്പിൻ്റെ സമയം. ആ സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് മോശമായ പല കാര്യങ്ങളെയും ശരീരം ആ സമയത്ത് പുറത്തു വിടുന്നുണ്ട്. അതായത് കോശങ്ങളുടെയൊക്കെ ചീത്ത കോശങ്ങൾ നശിപ്പിച്ചുകൊണ്ട് നല്ല കോശങ്ങൾ വളരുന്ന മറ്റൊരു സമയമാണത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മെൻ്റൽ ഹെൽത്ത്. മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാസമാണ് റമദാൻ മാസം. ഈ മാസത്തിൽ വിശ്വാസികൾക്ക് അവരുടെ കർമ്മങ്ങളെ കൊണ്ടും മറ്റും ആരാധനകളിലൊക്കെ ഫോക്കസ് ആകുമ്പോൾ അവർക്ക് അവരുടെ മെൻ്റൽ ഹെൽത്തിൽ അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഏകാഗ്രതയും മറ്റു കാര്യങ്ങളും ഈ ഒരു മാസത്തിലൂടെ വ്രതാനുഷ്ഠാനത്തിലൂടെ വിശ്വാസികൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് നോമ്പിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഗുണങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ശബ്ദം കേട്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.